ഇത് വറുത്ത സവാളയിൽ നിന്ന് പകുതിയും എടുത്ത് വറ്റൽമുളക് വറുത്തതും കൂടെ അരച്ചതാണ്. ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീ കുറച്ചിടല്ലേ? തീ കുറച്ചിടാം. എന്നിട്ട് ഇതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഇത് കഴുകിയിട്ട് 30 മിനിറ്റ് കുതിർത്ത ശേഷം വാരി വെച്ച അരിയാണ്, ബസ്മതി റൈസ്. ആദ്യം നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് അതിന് ശേഷം കഴുകിയ അരി ചേർത്ത് തീ കൂട്ടി വെക്കാം. ഇത് 80% വെന്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ കോരി വയ്ക്കും വേറൊരു പാത്രത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് നിരത്തി ഉണങ്ങിയ ശേഷമാണ് പിന്നെ നമ്മൾ ഇതിനായിട്ട് ബിരിയാണിക്കായിട്ട് എടുക്കുന്നത്. നമുക്ക് മട്ടനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് തിളയ്ക്കാൻ വെക്കാനായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇത് 1 കപ്പ് 1/2 കപ്പ് തൈരാണ്. തൈര് ചേർക്കുക. ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ചേർത്തു. പിന്നെ പാകത്തിന് ഉപ്പ്. മട്ടന് വേണ്ട ഉപ്പ് ഇതിൽ ചേർക്കണം. പിന്നെ ഇത് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ആക്കിയില്ലേ, സവോള വഴറ്റിയതും വറ്റൽമുളകും കൂടെ പേസ്റ്റ് ആക്കിയതും ചേർക്കുക. അപ്പം നമ്മൾ ഈ തൈരിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത സവോളയും വറ്റൽമുളകും കൂടെ ചേർത്തു, ആ പേസ്റ്റ് രൂപം ചേർത്തു, യോജിപ്പിക്കുക. അത് മിക്സായപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സവോള അരച്ചയാണ് അത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, വറ്റൽമുളകും ഇല്ലേ. ഇതിലേക്ക് ഇത് 3/4 കിലോ മട്ടനാണ്, അത് ചേർക്കുക. മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയതാണ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അതിൽ 3/4 മണിക്കൂർ വരെ വെച്ചാൽ നല്ലതാണ്. ഈ മാരിനേഷൻ എല്ലാം ഇതിൽ മട്ടനിൽ പിടിക്കാൻ വേണ്ടി. ശരിക്കും ഈ മട്ടന് വേണ്ട ഒരു അരപ്പ് അതാണല്ലേ? അരി വെന്തു പോകാതെ നോക്കണം. ഒരു 80% വേകുമ്പോൾ നമ്മൾ അത് കോരി വയ്ക്കും. കോരി വെച്ചിട്ട് നിരത്തി ഇട്ട് തണുത്ത ശേഷമാണ് പിന്നെ നമ്മൾ ഈ മട്ടനും വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെയറായിട്ട് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ശരിക്കും സാധാരണ നമ്മൾ മട്ടൻ ആണെങ്കിലും ചിക്കനൊക്കെ ആണെങ്കിലും അതിന് വേറൊരു അരപ്പായിരിക്കും. പക്ഷേ ഈ ഒരു അരപ്പ് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം തന്നെ കണ്ടു തൈര്, അതിലേക്ക് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു, അതിനുശേഷം ഉപ്പ് ചേർത്തു, അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത സവോളയും അതുപോലെ തന്നെ വറ്റൽമുളകും മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ചേർത്തു. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ച് നേരത്തേക്ക് ഇരിക്കണം അല്ലേ? നമ്മൾ ചോറ് വേകുന്ന സമയത്തിന് വെയിറ്റ് ചെയ്യാം. അരി 80% വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. തീ ഓഫ് ചെയ്യുക. എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പാത്രം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെള്ളം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരി കുഴഞ്ഞു പോവുക, സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്ന അരി വെന്ത് വന്ന് അതൊരു കുഴഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇനി ഇറച്ചി മട്ടൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് നിരത്തിയിട്ട് ഒന്നുകൂടെ ദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 80% വേവിൽ നമ്മൾ കോരുന്നത്. നമുക്കിത് ഒരു ട്രേയിൽ നിരത്തിയിടുക. തണുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇപ്പോൾ ഈ റൈസ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും.
വെള്ളമെല്ലാം അതിൻ്റെ താഴത്തെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ശരിക്കും എന്തിനാ ആൻറ്റി വിട്ട് വരാൻ വേണ്ടിയാണ്. വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ഉണക്കെടുക്കുന്നത് അല്ലേ? ഇത് നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം.